ഇങ്ങോട്ടാണ്. ഹലോ, അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ ബോയ് എണീറ്റ് വന്നു. ഹാപ്പി ബർത്ത്ഡേ ആണ് പുള്ളിൻ്റെ. ഹോ മഴയില്ല. അപ്പം നമ്മൾ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. ഹായ് പറയോ, ഹായ് പറയോ. ഹാപ്പി ബർത്ത്ഡേ. ഉണ്ട് എന്താടാ കഴിയുമ്പത്തെ പോയവരാണ്. ഒന്നുകൂടി വന്ന ഒരു പെങ്കിച്ചുണ്ടാ. ഓ അതാ അപ്പോൾ അവരൊക്കെ അമ്പലത്തിൽ പോയി. ഇനി ഞാൻ പോയി കുളിച്ച് മാറ്റട്ടെ, എനിക്ക് പോകാൻ പറ്റില്ല, അതുകൊണ്ടാണ് അവർ പോയത്. അപ്പോൾ ഇച്ചിനമ്മ റെഡി ആക്കിയിട്ട് അമ്മയും ഏട്ടനും കൂടി കൊണ്ടുപോയി. ഏട്ടൻ ഇപ്പോൾ രാവിലെ എത്തിയതാണ്, പുലച്ചൊക്കെ എത്തിയത്. ഏട്ടൻ വരില്ല എന്ന് വിചാരിച്ചു, പക്ഷേ എങ്ങനെയൊക്കെയോ ഏട്ടൻ ലീവ് ഒപ്പിച്ചു. അപ്പോൾ എന്തായാലും അവർ അമ്പലത്തിൽ പോയി വരട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് ഫ്രഷ് ആയിട്ട് കുറച്ച് പണിയും കൂടി ചെയ്യാണ്ട്, അപ്പോൾ നമുക്ക് വേഗം ചെയ്യാം. അവരമ്പലത്തിൽ നിന്ന് വലം വയ്ക്കുന്ന അങ്ങനെ ചെറിയൊരു ഭാഗം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, നമുക്ക് വീഡിയോയിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ എടുത്തതാണിത്. അമ്പലത്തിൽ നിന്ന് വന്നതിന് ശേഷം ഞങ്ങൾ എല്ലാവരും കൂടി ഇഡ്ഡലിയും ചട്നി ഉണ്ടാക്കിയത് കഴിച്ചു. പിന്നെ ആ സമയത്ത് ഞങ്ങൾ പായസം, ഉപ്പേരി അങ്ങനത്തെ കുറച്ച് പണിയും കൂടി നടക്കുന്നുണ്ടായിരുന്നു. പായസത്തിനുള്ള പരിപാടിയായിരുന്നു ഞാൻ അവിടെ ചെയ്തുകൊണ്ടിരുന്നത്. ചൂടായിട്ട് കുടിച്ചിന കുട്ടീനെ കണ്ടോ? പായസം കുടിക്കണ്ടോ? സൂപ്പാണോ? പായസം കുടിച്ചതിന് ശേഷം ഇച്ചു ബേബി മേലൊക്കെ കഴുകി, പിന്നെ കുറച്ച് കഞ്ഞിവെള്ളമൊക്കെ കുടിച്ചതിന് ശേഷം ഒന്നും ഉറങ്ങി. ഉച്ചയ്ക്ക് അധികം വിഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അവിയലുണ്ടായിരുന്നു, പച്ചക്കറി ഉണ്ടായിരുന്നു, കേബേജ് ഉപ്പേരി, മീൻ പൊരിച്ചത്, പപ്പടം, അതൊക്കെ തന്നെയായിരുന്നു. ഇച്ചുവിന് കറിയും ഉപ്പേരിയും കൊടുത്ത് ചോറ് ഒഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അച്ഛനും അമ്മ ഫാമിലി എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ എല്ലാവരും വന്നു. ഞാൻ ഒന്ന് ജസ്റ്റ് മുടിയൊക്കെ കെട്ടാൻ വേണ്ടി ഇവിടെ ചേച്ചീൻ്റെ അടുത്ത് വന്നാണ്. അപ്പം എന്തായാലും ഞാൻ പോട്ടെ. അവിടെ ഏകദേശം ആൾക്കാരൊക്കെ എത്തിയിട്ടുണ്ട്. ഞാൻ എത്തി വഴിക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി ഞങ്ങൾ വഴിയിലേക്ക് പോയി. അതിന് ശേഷമാണ് കേക്ക് കട്ടിങ്ങിന് ഇറങ്ങിയത്. ഒന്നുകൂടി കൊടുക്കണോ? അവിടെ നോക്കാം. ഫോട്ടോ എടുപ്പ് കഴിഞ്ഞപ്പോൾ നേരെ കേക്ക് കട്ടിങ്ങിലേക്ക് കിടന്നു. കേക്ക് കട്ടിങ് കഴിഞ്ഞിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കേക്കിന് മുമ്പ് കുറച്ച് ഫോട്ടോസ് ഏട്ടന് കൊടുക്കുന്നത്, എനിക്ക് തരുന്ന ഞങ്ങൾ അവന് കൊടുക്കുന്നത്, അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ ആദ്യം എടുത്തു. കട്ട് ചെയ്യുന്ന ഫോട്ടോസ് അങ്ങനെ അവന് കേക്ക് ഭയങ്കര ഇഷ്ടമായി. ഓൾറെഡി ഇവളെ കേക്ക് അവന് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ഫ്രണ്ട് വിചിത്രയാണ് ചെയ്യുന്നത്. അവളെ കേക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവളധികം മധുരമൊന്നും ഇടാണ്ട് സെറ്റാക്കി തരുന്നതുകൊണ്ട് അവന് കൊടുക്കുന്നതിനും കുഴപ്പമില്ല. അധികം കളറൊന്നും ചേർത്താത്തതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. നല്ല കേക്കാണ്. പിന്നെ അതിന് ശേഷം അത് അച്ഛനമ്മ, കസിൻസ്, ഏട്ടൻ, എൻ്റെ ഫ്രണ്ട്സ്, അങ്ങനെ കുറച്ച് എല്ലാവരും കൂടി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു.
ഞാനും ഇച്ചും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം പിന്നെ ഞങ്ങൾ മൂന്നാളും കൂടെയുള്ള കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അതിന് ശേഷം ഏട്ടൻ്റെ ഫ്രണ്ടായിരുന്നു ഭയങ്കരമായിട്ട് ചിരിപ്പിച്ചുകൊണ്ട് നിന്നുണ്ടായിരുന്നു. അവൻ്റെ ഫ്രണ്ടിൽ നിർത്തിയിട്ടാണ് ഞങ്ങൾ അധികം ഫോട്ടോസ് പിന്നെ വലിയ കേക്ക് എടുത്ത് മാറ്റി അവന് ആ സെൻറ്ററിൽ ഇരുത്തി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. കഴിഞ്ഞ കൊല്ലത്തെ അതേ ഏട്ടൻ തന്നെയാണ് ഈ കൊല്ലം ഫോട്ടോ എടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നത്. ഇതാ കേക്ക് കട്ടിങ് കഴിഞ്ഞ് ഞങ്ങൾ ഇച്ചിനൊരു സർപ്രൈസിന് വേണ്ടിയിട്ട് ഇറങ്ങുവാണ്. നേരത്തെ വാങ്ങേണ്ടിയായിരുന്നു, പക്ഷേ സമയം ഏട്ടൻ രാവിലെ പോയി. അപ്പം എന്താ പറയുക, പോയപ്പോൾ ഞാനും കൂടി വന്നിട്ട് ഫിക്സ് ചെയ്യാൻ പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നതാണ്. അപ്പം ഇപ്പോഴാണ് ഞാൻ ഒന്ന് ഫ്രീ ആയത്. കേക്ക് കട്ടിങ് കഴിഞ്ഞ് എല്ലാവർക്കും കുറച്ച് കേക്കൊക്കെ കൊടുത്ത് ഫുഡ് കഴിക്കുന്നതിന് മുമ്പ് ഞങ്ങൾ പോയിട്ട് സർപ്രൈസ് പോയി എടുത്തിട്ട് വരാം. അപ്പം ഞങ്ങൾ ഇതാ കാറ് പെട്രോൾ കുറവായതുകൊണ്ട് ഞങ്ങൾ ഡീസൽ എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ നാട്ടിൽ തന്നെയുള്ള സ്ഥലമായതുകൊണ്ട് നമ്മൾ നല്ല മേക്കപ്പില്ലേ. ഈ ഷോപ്പ് വരുന്നത് ചേവരമ്പലം ജംഗ്ഷൻ തന്നെയായിരുന്നു. ഇങ്ങനത്തെ ഒരുപാട് വണ്ടികൾ ഇവിടെ ഉണ്ട്. ഗിഫ്റ്റ് ചെയ്യാൻ പറ്റിയ കുറേ ഐറ്റംസ് ഉണ്ട്. ഞങ്ങൾ അപ്പനോട് വിളിച്ച് ഈ വണ്ടി തന്നെ പോരെന്ന് കൺഫേം ചെയ്തിട്ടൊക്കെയാണ് ഈ വണ്ടി എടുത്തത്. പിന്നെ ഞങ്ങൾ നേരെ ബില്ലൊക്കെ ചെയ്ത് നേരെ ഓട്ടോ വിളിച്ചിട്ടാണ് വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. ഓട്ടോ ബാക്കിൽ വരുന്നുണ്ട്. ഞാനായിട്ട് കണ്ടുപോയി അതിൻ്റെ സീറ്റ് മടക്കിയിട്ട് നമുക്ക് ഇരിക്കാൻ കഴിയില്ല. നമ്മളെന്തായാലും സർപ്രൈസ് ആയിട്ട് അവിടെ എടുത്തിട്ട് അപ്പനൊക്കെ വിളിച്ച് നമ്മൾ കൺഫേം ചെയ്തിട്ടുണ്ട് ഇതിനെ പോരെന്നുള്ളത്. പിന്നെ ഓരോ മോഡൊക്കെ ഒരു പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെ എങ്ങനെയാണെന്നുള്ളത്. സന്തോഷമാണെന്ന് വിചാരിക്കുന്നത്. ഇത് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ ഇതിൻ്റെ സാധനമൊക്കെ എടുക്കാൻ പോയവർക്കുണ്ടായിരുന്നു. റെൻറ്റിൻ്റെ സാധനമൊക്കെ എടുക്കാൻ പോയ ഡെക്കറിൻ്റെ അവിടെ ഉണ്ടായിട്ട് അതിന് നമുക്ക് ഇറങ്ങുന്നില്ലായിരുന്നു. എന്തായാലും നോക്കാം. മാമനൊക്കെ എത്തി. ഏട്ടാ വന്നിട്ടേ മാമാ കേറി. ആ അത് തുമ്പ മുമ്പ് കൂടെ റോഡിന്ന് കഴിച്ചു അത് പോയി വലിക്കേ. ഏട്ടാ വലിക്ക്. ഇതെന്തമ്മ ലോക്ക് ചെയ്തോളൂ. ലോക്ക് ഇച്ചു ഭയങ്കര ഹാപ്പിയാണെന്ന് വെച്ച് പിന്നെ അതിൽ കയറിയിരുന്ന് ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്ത് കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് കയറ്റുന്ന ചെറിയ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇച്ചു അതിന് ഇറങ്ങുന്നുണ്ടായിരുന്നില്ല. ഭയങ്കര സന്തോഷം എന്ന് വെച്ചാൽ ഭയങ്കര സന്തോഷമായിരുന്നു അവനത് കിട്ടിയപ്പോൾ. ഇത് ഞാൻ വീട്ടിലാ ഞങ്ങൾ വണ്ടി എടുക്കാൻ പോയ സമയത്ത് മാമനൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ മാമിയൊക്കെ വന്നു. മാമിക്ക് വേറൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, അതാണ് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും എത്തി. പിന്നെ സുനാറിന് ആദ്യം ഗിഫ്റ്റൊക്കെ കൊടുത്തു. അതെ ഗൈസ്, ഞങ്ങൾ അങ്ങനെ പിയാനോ വോയിസ് ഓഫ് ആക്കണേ. ഇനി എനിക്ക് ചെവിക്ക് സ്വയം പെട്രോൾ ഉണ്ട്. ലോലിപോപ്പ് 3. അപ്പൊ അടുത്ത വത്തൊക്കെ മുറിച്ചോണ്ടിരിക്കുന്നു. ശരി ഞാൻ പോവാ എന്റെ വീടല്ലേ. ഏട്ട അച്ഛനമ്മേനും കസിൻസിനും നേരെ വീട്ടിലാക്കാൻ പോയിട്ടുണ്ട്. ആ ടൈമിൽ എന്തായാലും അവർക്ക് ബസ് കിട്ടൂല. 8-9 മണിക്കായിട്ടുണ്ടായിരുന്നു അവരൊക്കെ ഇറങ്ങുമ്പോൾ. പിന്നെ ഏട്ടൻ അവരെ കൊണ്ടാക്കി തിരിച്ചു വന്നു. പിന്നെ മോളേച്ചും മോളും വന്ന് ഫുഡൊക്കെ കഴിച്ച് കുറേ നേരം കഥയൊക്കെ പറഞ്ഞ് അവരും തിരിച്ചു പോയി. അവർ കുറച്ച് ലേറ്റ് ആയിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ മാമനും മാമയും പോയി. അവർക്കും നാളെ വർക്കൊക്കെ ഉള്ളതുകൊണ്ട് അവരും പോയി. അവരെ മെഡിക്കൽ കോളേജിലാക്കാൻ വേണ്ടി അവർ രണ്ടാളും പോയത്. മെഡിക്കൽ കോളേജിൽ നിന്ന് ബസ് ഉണ്ട് വന്നിട്ട് അവർ രണ്ടാളും പോയി.
പിന്നെ കുറച്ച് റെൻറ്റിൻ്റെ സാധനങ്ങളൊക്കെ ഞാൻ അവിടെ നിന്ന് സൈഡാക്കി വെച്ചു. മഴ എങ്ങാനും പെയ്താലോ വിചാരിച്ചിട്ട് സൈഡാക്കി വെച്ചു. ഏട്ടൻ ആ ടൈമിൽ തിരിച്ച് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു, വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. ബിരിയാണി ആയിരുന്നു, ബ്രെഡ് ഉണ്ടായിരുന്നു, പിന്നെ ഉച്ചക്കത്തെ ചോറൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും ആരും എടുത്തില്ല, ബിരിയാണിയാണ് എല്ലാവരും കഴിച്ചിട്ടുണ്ടായിരുന്നു. ഓ പാലാഴി എത്തി പറഞ്ഞു. ഒരുവിധം എല്ലാം നമ്മൾ എടുത്ത് വെച്ചു. വെച്ചിട്ടാ ഒരു മടുക്കപ്പക്ക് അമ്മയ്ക്ക് ഒരു മട പിന്നെ ഏട്ടൻ തിരിച്ചു വരുമ്പോൾ ഏട്ടൻ്റെ 2 ഫ്രണ്ട്സും ഉണ്ടായിരുന്നു. ഏട്ടൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ടായിരുന്നു. അപ്പോൾ അവർ രണ്ടാളും വന്ന് പിന്നെ ഞങ്ങൾ കുറച്ച് ഡാൻസും പാട്ടൊക്കെ ആയിട്ട് അവിടെ ചില്ലടിക്കുമായിരുന്നു. ഇച്ചു ഏട്ടൻ്റെ കൂടെ ഭയങ്കര ഡാൻസായിരുന്നു. ഇച്ചുവിന് ഉറക്കമൊന്നും ഉണ്ടായിരുന്നില്ല. അന്ന് തന്നെ ഇച്ചു ഒരു 11:30-12 മണിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഇച്ചു ഉറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഏട്ടൻ്റെ ഡാൻസും പാട്ടും. പിന്നെ ഞങ്ങളൊന്നും കിടക്കാത്തതുകൊണ്ട് അവനും ഉറക്കം ഉണ്ടായിരുന്നില്ല. ഞങ്ങളെപ്പോഴാണ് കിടക്കുന്നത് അപ്പോഴേ അവനും ഉറക്കം വരുള്ളൂ. ഗാനമേളയും പാട്ട് വെച്ചിട്ടൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കിടക്കാൻ 2:30 ടൈമായി. പിന്നെ ഫ്രഷൊക്കെ ആയിട്ട് ഞാനും അതിനും മാത്രമാണ് ആ ഒരു ടൈമിൽ കിടക്കുന്നത്. ബാക്കി എല്ലാവരും അമ്മയും ബേബിയൊക്കെ കിടന്നിട്ടുണ്ടായിരുന്നു. ഏട്ടനൊക്കെ പിന്നെ അപ്പുറത്തെ റൂമിലെത്തി. പിന്നെ ഞങ്ങൾ നല്ലൊരു ഉറങ്ങി ഫ്രഷ് ആയതിനു ശേഷം അടുത്ത ദിവസം താന്നൂന്ന് രജിച്ചേട്ടനും കണ്ണേട്ടനും വല്യമ്മയും ധന്യേച്ചും മക്കളും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങളെല്ലാവരും ഒരു നൈറ്റൊക്കെ ആകുമ്പോൾ ഈവനിങ് ആ ഒരു ടൈം കഴിഞ്ഞതിന് ശേഷമാണ് അവർ എത്തിയത്. പിന്നെ ഒരു 10 മണി 12 മണിയൊക്കെ ആയി അവർ ഇവിടുന്ന് പോകുമ്പോൾ തന്നെ. അപ്പം എന്തായാലും ഞങ്ങൾ ആ ദിവസം ഞങ്ങൾ അടിച്ചു പൊളിച്ചിട്ടുണ്ടായിരുന്നു പാട്ടൊക്കെ വെച്ചിട്ട്. പിന്നെ ഈ കുറച്ച് ഫോട്ടോസ് ഇച്ചുകൊണ്ട് ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് അന്ന് എടുത്ത് ബർത്ത്ഡേക്ക് എടുത്ത കുറച്ച് ഫോട്ടോസും കൂടി ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നെക്സ്റ്റ് ഇതിനും നല്ല വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ.